വേറെ വീട്ടില് പോവാ തിന്നാം പോവാം വീട്ടില് പോവാ. എന്താണപ്പാ നിങ്ങൾ എങ്ങനെയാണ് അപ്പൂട്ടനെ സഹിക്കണത്? അപ്പൂച്ചന് പാവല്ലേ. പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് എങ്ങോട്ടാ പോണേ? ഇന്ന് പോണേ ഞാൻ എത്ര ദിവസം വീട്ടിലിരുന്ന് മറത്തു. അപ്പൊ ഇന്ന് ഞാൻ അമ്മ സർക്കിട്ട് രാവിലെ തന്നെ സർക്കിട്ട് പോവാ വിചാരിച്ച് പക്ഷെ ഉറങ്ങി പോയി. അപ്പൊ പുണ്ണുസർ എനിക്ക് 7 മണിക്ക് എനിക്ക് നമുക്ക് അമ്മ എനിക്ക് വേഗം പോവാൻ നമുക്ക് ലേറ്റ് ആയി. പുണ്ണുസർ ആണ് 3 ദിവസം മുമ്പ് പോണം പറയുന്നുണ്ട്. വ്ലോഗ് ആണോ? ഹലോ ഗൈസ്, എല്ലാവർക്കും വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. മറന്നു പോയല്ലേ ഞാൻ ലൈലാക്ക് ബൈസോയി പറയുന്നേ. അപ്പൊ എനിക്ക് ഈ കിളികളും ഉണ്ടല്ലോ, എപ്പോ ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യും വ്ലോഗ് ചെയ്യും അപ്പൊ ചെയ്യും. ഹൈറ്റ് പൊക്കമില്ലല്ലോ, എല്ലാത്തിനും പ്രശ്നമാണ്. അപ്പൊ ഹലോ ഗൈസ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അമ്മച്ചിമാര്, ചേച്ചിമാര്, ചേട്ടന്മാര്, എല്ലാവർക്കും കുഞ്ഞു പിള്ളേര് എല്ലാവർക്കും വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് കോഴിക്കോട് പോണേ. പോയി എനിക്ക് ബിരിയാണി തിന്നണക്ക് വേണ്ടി അവിടെ പോണേട്ടോ. സരിതാക്ക് വീട്ടില് എന്റെ കൂട്ടുകാരി ഉണ്ടല്ലോ അവിടെ കാലിക്കറ്റില്. പഴയ എൻ്റെ സബ്സ്ക്രൈബർക്ക് എല്ലാം അറിയുണ്ടോ? പുതിയ സബ്സ്ക്രൈബർക്ക് അറിയില്ലേ? അവിടെ കാലിക്കറ്റിൽ എൻ്റെ ഫ്രണ്ട് ഉണ്ട്, അവിടെ പോകുന്നുണ്ടോ. അപ്പൊ അവിടെ പോകുമ്പോ സരിത പറഞ്ഞു അമ്മക്ക് കൂട്ടിക്കൊണ്ടുപോവാ, അപ്പൊ വരുമ്പോ ബിരിയാണി ഒക്കെ ഉണ്ടാക്കാം, കഴിക്കാം. അമ്മ വന്നിട്ടില്ലല്ലോ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനും വിചാരിച്ച പോവാം. അമ്മക്ക് പറഞ്ഞു ഇന്ന് ശനിയാഴ്ച അമ്മക്ക് ലീവ് ആണല്ലോ. അപ്പൊ ലെറ്റ്സ് ഗോ അമ്മ പറഞ്ഞ. അമ്മ റെഡിയാണ്. അപ്പൊ ഞാൻ അമ്മ പുണ്ണുസേ NC വരുന്നില്ല പറഞ്ഞു. NC ശനിയാഴ്ച സാറ്റർഡേ സൺഡേ മാത്രമാണ് NCക്കും റെസ്റ്റ്. അത് NC പഠിക്കുന്നു പോകുന്നുണ്ട്, അങ്കമാലിയില് ബ്യൂട്ടീഷ്യൻ പഠിക്കുന്നു പോകുന്നുണ്ട്. അപ്പൊ അത് കാരണം അവൾക്ക് റെസ്റ്റ് ചെയ്യുന്ന പറഞ്ഞു. ഓക്കെ. അപ്പൊ അപ്പുകുട്ട വരുന്നില്ല. ഞാൻ സിജി അമ്മ പുണ്ണുസേ ആൻഡ് പോപ്പി ചേട്ട. അപ്പൊ ഇതാണ് നമുക്ക് എന്താ പറയാ, നല്ല സുഖമാണ് കൊടുക്കാനായിട്ട്. അതുകൊണ്ടാണ് പിന്നെ എനിക്ക് ഞാൻ നമുക്ക് പറയണു പുതിയ എനിക്ക് ഒട്ടും കാണൂലടാ. കണ്ണില്ലാത്ത സാരി എടുക്കുമ്പോൾ കാണാം. പക്ഷെ എല്ലാവരും ചോദിക്കായിരിക്കും ചിലപ്പോ സോളത്തിന്റെ കൂട്ടുകാരുടെ വീട്ടിൽ തള്ള എങ്ങനെ കയറി പോണെന്ന് വിചാരിക്കും. പക്ഷേ സരിത ദീദി, സരിതാ ദീദി ഒക്കെ ആയിട്ട് ഞാനും കൂട്ടാണ്. അതെ, ഇവിടെ കൂട്ടായി കഴിഞ്ഞപ്പോ ഞാനും അവരുടെ അടുത്ത് കൂട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. മനസ്സിലായോ? അത് കാരണം പിന്നെ മറ്റേ ഇന്ന് നമ്മുടെ എന്താ പറയാ അമ്മക്ക് ഞന്റെ പുണ്ണുസൊക്കെ ഔട്ട്ഫിറ്റ് ഡേ. അമ്മക്ക് അറിയാം ഔട്ട്ഫിറ്റ്. ഞാൻ ഓർക്കുന്നുണ്ട് എന്താ പറയുന്നത് അപ്പൊ അമ്മ ഞാനും ആദ്യം ഓർത്തു എന്തെന്ന് പറയുന്നത് ഞാനും ഓർത്തില്ല. അത് ഇപ്പോഴാണ് ഇത് പുണ്ണുസൊക്കെ ചൈനീസ് ഡ്രസ്സാണ് അല്ലേ? ഓ കൊറിയൻ ഡ്രസ്. അപ്പൊ മുടി കാണിച്ചു കൊടുത്ത്, ചെരുപ്പ് കാണിച്ചു കൊടുത്ത്, എല്ലാം മാച്ചിങ് അല്ലേ? ഓക്കേ. അപ്പൊ പോയിട്ട് വാ. എന്താ ഇത് പിടിക്കണ്ടോ? അലുകൊണ്ടല്ലേ? അരിയലു വേണേ ബ്ലാക്ക്. പിന്നെന്താ പെട്ടെന്ന് ഉണ്ടാക്കി പോവാ. പിന്നെ നിനക്ക് ബിരിയാണി നീ വരണുണ്ടോ? ബിരിയാണി കൊണ്ടുപോവാ. പാത്രം കൊണ്ടുപോട്ടെ. നീ അത് പാത്രം കൊണ്ടുകൊടുക്ക, അങ്ങോട്ട് കൊണ്ടുകൊടുക്കില്ല. ഈ പാത്രം കൊണ്ടുകൊടുക്കും. അത് ഞാൻ ഇന്നലെ പറയാൻ പറഞ്ഞതാ. അല്ല പിന്നെ അവര് പാത്രവും ഇല്ല. ഇന്നലെ ഉമ്മി പറഞ്ഞു സോയിക്കോ തിന്നാനും മാത്രല്ല കൊണ്ടുപോണു മാണട്ടോ പറഞ്ഞു. ഉപ്പാക്ക് പറഞ്ഞു. അപ്പൊ അവിടെ ആരാ നസ്മിനെ കാണാൻ പോണേ? അവൾക്ക് 3 ദിവസം മുമ്പ് ഭയങ്കര തയ്യാറി. എപ്പം സ്കൂളിൽ വരും, ഇന്ന് പോവും നമുക്ക് പറയും. നമുക്ക് മടിയാണല്ലോ അമ്മക്ക്. ഞാൻ ഇന്നലെ സരിത ചേച്ചി ഇന്നലെ സരിത പറഞ്ഞു മറ്റേ അപ്പു വരണുണ്ട് പറഞ്ഞു. അപ്പൊ ഞാൻ വരുന്നില്ല പറഞ്ഞു. അയ്യോ വിളിക്ക് വാ പറഞ്ഞു. അപ്പൊ ഞാൻ അറിയില്ലേ. ശരി ഞാൻ ചേട്ടാക്ക് പറയട്ടോ അപ്പുക്ക് വിളിക്കുന്നു പറയുന്നത്.
പറഞ്ഞ പോയിട്ടൊന്ന് വരാലോ. തിന്നിട്ട് പോവാം. സന്തോഷം എത്ര നീ പറയുമ്പോ നമുക്ക് ഒരു ഇതുണ്ട്. എവിടെ പോവാലും ഞാൻ ഷോപ്പിംഗ് പോകൂല, ഡ്രസ്സുകൾ ഞാനൊക്കെ മേടിക്കണോ വേണ്ട പറയാം. അപ്പൊ അപ്പുകൂട്ടാണ് ഇത് മേടിച്ച് അത് മേടിച്ച് പറയാം. അപ്പൊ നമുക്ക് എവിടെങ്കിലും അപ്പുകൂട്ടാക്കിട്ട് മതി. കഴിച്ചോളൂ. ഞാനും പോട്ടെ. എന്താ പറഞ്ഞ നമ്മള് വൈകുന്നേരം ആൻസിക്ക് എന്തെങ്കിലും മേടിച്ചോണ്ട് വരാൻ പറഞ്ഞു. ഓക്കെ. പുനഃസൊന്നും വേണ്ടല്ലോ. വേണ്ട. ഓക്കെ അല്ലേ? അപ്പൊ എനക്ക് മാത്രം മതിട്ടോ. എനിക്ക് വേണം. അമ്മ വേണോ പറയുമ്പോ അപ്പൊ തന്നെ പുനിസക്ക് വേണോ? വേണ്ട, ആൻസി ആന്റിക്ക് മാത്രം മതി. അപ്പൊ ഗൈസ് നമുക്കിത് റെഡിയൊക്കെ ആയി. ഇന്ന് നമ്മുടെ ഇത് പോപ്പച്ചേട്ട ഇല്ല, ഇന്ന് അച്ഛായി പോയി. മാറി ഡ്രൈവർ മാറി, ഷിഫ്റ്റായി. പോപ്പച്ചേട്ടൊക്കെ പിള്ളേരൊക്കെ പനിക്കുന്നുണ്ട് പറയാം. അപ്പൊ വേണ്ട പറയണം. അപ്പൊ അച്ഛക്ക് കൂട്ടിക്കൊണ്ട് വന്നു. പിന്നെ എന്നാലും നമുക്ക് വരുമ്പോ രാത്രി ആവൂലേ, പിള്ളേരൊക്കെ വയ്യാണ്ട് നമുക്കും ടെൻഷനാണ്. പോപ്പച്ചേട്ടൊക്കെ കൊണ്ടുപോകണം. പിന്നെ ശരിക്കും നമുക്ക് 7 മണി പോവാൻ വിചാരിച്ച് ഒക്കെ കോളായി. ഞാൻ 5 മണിക്ക് എണീച്ചോ, കുറച്ചിനെ ഉറങ്ങട്ടെ വിചാരിച്ച് അലാറം ഓഫ് ചെയ്ത്. അപ്പൊ പിന്നെ ഞാൻ ഉറങ്ങിപ്പോ കൊച്ചപ്പോ ഡക് 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 അമ്മേ വേഗം എണീച്ചി പറയുന്നേ. പാവ കൊച്ചിനെ കാര്യത്തിൽ ഉത്തരവാദിത്തമൊക്കെ ഉണ്ട്. അതെ. ഞാൻ സമയം നോക്കി 8 മണിയായി. വെള്ളി സുജി 8 മണിയായി. ഞാനും പോവാണ്. എന്റെ കർത്താവേ, ബിരിയാണി കഴിക്കാൻ വേണ്ടി മാത്രം കേട്ടോ. ബിരിയാണി തിന്ന് മാത്രാണ് ഉമ്മേനെ റെസ്റ്റോറന്റ് തുടങ്ങുക. നല്ല ബിരിയാണിയാ. ഞാൻ എവിടെ ഉമ്മക്ക് കൂട്ടിക്കൊണ്ടുപോകാനായിരുന്നു. ആവും നമുക്ക് എല്ലാ ഓർഡർ ഞാനൊക്കെ ചോദിക്കും എന്തൊക്കെ വേണം. അപ്പൊ വരണുണ്ടോ, കട്ട്ലറ്റ് ഉണ്ടാക്കട്ടെ. അപ്പൊ എനിക്ക് ഉറപ്പില്ലല്ലോ, അപ്പൊ പോവില്ല. കട്ട്ലറ്റ് കൊറേ ഉണ്ടാക്കരുത്. എന്തിനാ അത്ര ഉണ്ടാക്കണ? 4-5 പീസ് മതി. അവരെ പോവാണ് ഗൈസ്. കോഴിക്കോട് എത്തി. കോഴിക്കോട് എത്തി. അപ്പൊ ഞാൻ റംബുട്ടാൻ കണ്ടപ്പോ റംബുട്ടാൻ മേടിക്കണേ. നമ്മുടെ നാട്ടില് റംബുട്ടാൻ തീർന്ന്. അപ്പൊ ഇന്ന് നമുക്ക് കോഴിക്കോട് വന്നിട്ട് റംബുട്ടാൻ മേടിക്കാം. കുറച്ച് ഫ്രൂട്ട്സും മേടിക്കാം, വീട്ടിൽ കൊണ്ടുപോവാം ഫ്രൂട്ട്സ്. ശരിക്കും സരിതക ഞാൻ പറഞ്ഞിട്ടുണ്ട്, അപ്പുകുട്ട ഇല്ല പറഞ്ഞിട്ടുണ്ട്. സർപ്രൈസ് ആണ് കേട്ടോ അപ്പുകുട്ടക്ക് വേണ്ടി. എപ്പോഴും സർപ്രൈസ്. പേരുണ്ട് സർപ്രൈസ് ഫാമിലി. അതെ അതെ, നമുക്ക് വെക്കണം സർപ്രൈസ് ഫാമിലി വെക്കണം. റംബുട്ടാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സർപ്രൈസിന് ഇതിന് വെട്ടിക്കാൻ അപ്പുറം കഴിഞ്ഞ് വേറെ ആരും ഉണ്ടാവില്ല. ചേട്ടാ കാണിച്ചു കൊടുക്കൂ. നമ്മുടെ ഹാൻസം ബേനൊക്കെ കാണിച്ചു കൊടുത്തേ. സെക്കൻഡ് മാരീഡ് പ്ലാൻ അല്ലേ? സെക്കൻഡ് മാരീഡോ? 500 കാശ് കൂടി ജനിക്കട്ടെ. കേട്ടാ പ്രിയാപ്പിള സെക്കൻഡ് മാരീഡ് പ്ലാനിങ് ഉണ്ടെന്ന്. അതല്ല അസ്സലാമലൈക്കും. പിടിച്ചു വലിച്ചോണ്ട് വന്നത് രാവിലെ കൊച്ചു എനിപ്പിച്ചില്ലെന്നോ നമുക്ക് എത്തൂല. അത് ശരിയാ. അസ്സലാമലൈക്കും. പറഞ്ഞു വാ 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 പറഞ്ഞു. പിന്നെ എടുത്ത് കൊണ്ടുപോകാൻ കഴിക്കും എന്താ വെച്ചോ.
ഇന്ന് കറി വെക്കാന്നില്ല അപ്പൊ കഷ്ണെടുത്ത് കറി വെച്ച് പയ്യക്കന്മാര് എനിക്ക് 2-3 ദിവസമായി പറ്റിയിട്ട് ഞാനീ പറയുന്നുണ്ട് ഫുൾ അടുക്കളയിലാണ് അകത്തേക്ക് അതെ നമ്മുടെ ചങ്കളെത്തി മിന്ദു ഇത് നമ്മുടെ ചങ്കുട്ടി ഉണ്ട് വീട് എത്തി വീടെത്തി ചേട്ടനും വന്നിട്ട് ചേട്ടൻ 2 ദിവസമായി വന്നിട്ട് അപ്പൊ നമുക്ക് ഈ വർഷം എല്ലാരും കാണാലോ അപ്പൊ ഉമ്മി ഉപ്പക അറിയോ ഉമ്മിക്ക് മാറിയോ ഉപ്പക മാറിയോ അറിയൂല അറിയില്ല ആലങ്ങാടിയിലേനു ഉമ്മിയോ ഉമ്മിവിടെ ഉപ്പ ഉപ്പ മാത്രം നമ്മുടെ സരിത ദീദി നമ്മുടെ വീഡിയോയിൽ ഇപ്പം കാണുന്നത് എന്റെ ഫ്രണ്ടാണ് അപ്പൊ ഫ്രണ്ടിന്റെ ഹസ്ബൻഡ് ഉമ്മിയാണ് പിന്നെ ഉപ്പ കാണിച്ചു കൊടുക്കും ഉപ്പ നോക്കൂ അപ്പൊ 3 മക്കള് ഞാനാ നീ പറ നീ ഏതാണ് പറ പിന്നെ സരിത ദീദി അപ്പൊ നമ്മുടെ ബിരിയാണി പൊട്ടിക്കാം ബാപ്രേ നോക്കൂ നല്ല പാത്രമല്ല ബിരിയാണി ഉണ്ടാക്കാൻ ഞാനൊക്കെ ഒരു നൈറ്റി തരുന്നിട്ട് ഇതില് കഴിക്കാൻ പോകുന്നു ഡ്രസ് മാറ്റിട്ട് കഴിച്ചോട്ടെ ഉമ്മയുടെ സ്പെഷ്യൽ നമുക്കൊരു ബിസിനസ് തുടങ്ങിയാലോ ബിരിയാണി കട നമ്മുടെ അങ്കമാലി പോവാ ഉമ്മി ശരി ഞാൻ ചിക്കൻ എവിടെ ഉണ്ടോ അത് നോക്കാം അടിയിലല്ലേ ചിക്കന് വരുന്നില്ലല്ലോ ഞാൻ ഏറ്റവും അടിയിലുണ്ടാവോ അത്ര അങ്കമാലിയിലെ ഉമ്മിക്ക് കഴിക്കാൻ ബിരിയാണി കഴിക്കുന്നൊക്കെ പറയണുണ്ട് കണ്ടില്ലേ 3000 രൂപയുടെ പെട്രോൾ അടിച്ചിട്ട് വന്നു അത് ഞാനൊന്ന് പറഞ്ഞിരിക്കുന്നേ ഏറ്റവും എത്രയോ 5-8 റുപ്യ ചെലവാക്കി വാങ്ങാനും തിന്നാനും കയ്യായിട്ടല്ല സന്തോഷത്തിന് നമ്മളെ വീട്ടില് വരില്ല അപ്പൊ ഇതാണ് നമ്മുടെ ഇവിടെ വീട്ടില് വരും വെക്കുമ്പോ ഞാനൊക്കെ ബിരിയാണി ഇത് ചിക്കൻ ഫ്രൈ ഇങ്ങനെ ഉണ്ടാക്കി തരും ബിരിയാണി കണ്ടുപോ എവിടെയെല്ലാം തിന്നണു എന്താ തിന്നണു മറന്നുപോയി അപ്പൊ നമുക്ക് പാവം ഇത് ഒക്കെ ഉമ്മി ഉണ്ടാക്കിട്ടോ പാവം ഉമ്മിക്ക് കൈ ഇത് കട്ടായിട്ടു എന്നാലും നമുക്ക് വേണ്ടി ബിരിയാണി ഇത് ചോറ് മീന് ചിക്കൻ ഫ്രൈ കഴിച്ചിട്ട് പറയാട്ടോ അഭിപ്രായം നല്ല ടേസ്റ്റോ ഉണ്ടോ അടിപൊളി ടേസ്റ്റ് ഞാനൊക്കെ ശരിക്കും ഈ ചിക്കൻ ഭയങ്കര ഇഷ്ടം എന്താ പറയാ ഈ ചിക്കൻ ഉപ്പ ലഗൻ ചിക്കൻ നമ്മുടെ അവിടെ കിട്ടൂലല്ലോ അതെ ബ്ലോഗറാന്ന് മറന്നു പോകരുത് മനസ്സിലായ ഭയങ്കര ആക്രാന്താണുള്ളത് ഒന്നും ചെയ്യലേ കഴിക്കണ്ടേ 2 പ്ലേറ്റായി വയറും നിറഞ്ഞു പക്ഷെ സമയത്തില് ഇപ്പുറത്തെ ഉമ്മി പേടിക്കണ്ട കഴിച്ചില്ലേനെ ഞാൻ കൊണ്ടുപോവും മക്കളെ ബിരിയാണി ഉറങ്ങുന്ന സമയച്ചില്ലല്ലോ പിള്ളേരൊക്കെ ഒച്ച ബഹല പിന്നെ ഇവിടെ ഉറങ്ങണ അമ്മ ഉറങ്ങി ഇതേ മറ്റേ അച്ഛൻ ഉറങ്ങി ഞാൻ കുറച്ചു നേരം ഉറങ്ങും വിചാരിച്ച ഉറങ്ങുന്ന കിട്ടിയില്ല അപ്പൊ ഇന്ന് നമുക്ക് മറ്റേ ഇതുണ്ടല്ലോ ഉമ്മിക്ക് മോൾക്ക് വീട് കാണാം അപ്പൊ കൊറേ ദിവസമായി അവിടെ വാ പറഞ്ഞു അപ്പൊ ഇന്ന് അമ്മക്ക് അവിടെ കൂട്ടിക്കൊണ്ട് പോവാം അവിടെ പോയി കുറച്ചു നേരം നിന്നിട്ട് ബീച്ചിക്ക് പോവാം ഡ്രസ് പറഞ്ഞത് കണ്ടില്ലേ നല്ല ഡ്രസ്സാണല്ലോ ഔട്ട്ഫിറ്റൊക്കെ കാണിച്ചു ബിരിയാണി കാശ് കൊടുത്താ ബിരിയാണി കാശ് കൊടുത്തില്ല ഞാൻ ബിരിയാണി എന്താണപ്പാ നിങ്ങൾ എങ്ങനെയാണ് അപ്പേട്ടനെ സഹിക്കണത് അപ്പുച്ചനെ പാവല്ലേ അല്ലാ എന്താണ് നിനക്ക് എന്താണ് അങ്ങനെ തോന്നി നമ്മള് ഇപ്പൊ ബീച്ചാണല്ലോ പോണേ നിന്നെ കടലിൽ താഴ്ത്തു ഞാൻ നമ്മൾ പോയിട്ട് ഇതേമാതിരി ഇങ്ങോട്ടൊന്ന് തിരിച്ചു മാറിയിട്ടില്ല ബാക്കില് പിള്ളേർ ഇന്ന് വേറെ വീട്ടിലെത്തി ഇന്ന് നമുക്ക് വേറെ വീട്ടില് പോവാ തിന്നാം പോവാം വീട്ടില് പോവാ തിന്നാം ഫുഡ് അപ്പൊ അതെ സരിതാക്ക് ഇത് എന്താ പറയാ
നാത്തൂൻക്ക് വീട്ടിൽ വന്നിട്ടുണ്ടോ, സിസ്റ്റർക്ക് വീട്ടിൽ വന്നിട്ടുണ്ടോ. ഇതാണ് വീട് കേട്ടോ. ഇത് 2 വീടാണ്. ഇത് നസീബാക്ക് വീട്, നസീബാക്ക് സരിതാക്ക് നാത്തൂൻക്ക് വീട് അവിടെയാണ്. വെൽക്കം ടു ദിസ് ഇസ് ഫർസന ഹൗസ്. കം ഓൺ, ഫർസന മക്ക മോനാണ് അല്ലടാ. വാ, ഇവിടെ കുറെ ആൾക്കാരുണ്ട്. ആരം കൊണ്ടോ എനക്ക് ഒന്നും ആരില്ലെങ്കിൽ ചിന്തരി കൊതാ കാണിച്ചു കൊടുക്കാം. ഉമ്മനെ ഏറ്റത്തി, ഉമ്മയുടെ നസീബാക്ക് അമ്മായി, മദറില്ല. അമ്മായിമ്മ, മദറില്ല. ഇവിടെയാണ് നമ്മുടെ ഫർസാന ആന. നസീബ ഇവിടെ നോക്കൂ, നസീബ. അപ്പൊ ഇത് നമ്മുടെ ഫർസാനക്ക് നാത്തുൻ അല്ലേ, നാത്തുൻ. അപ്പൊ കൊറേ ആൾക്കാരുണ്ടോ. എന്റെ പൊന്നോ, അതെ അടുത്ത വഴിയില്ല. ഞാൻ പറഞ്ഞു വേണ്ട, നമുക്ക് ഒന്നും ഉണ്ടാക്കണ്ട. ഇത് ഫുള്ള് കഴിക്കാൻ പറ്റില്ലെങ്കിൽ പാക്ക് ചെയ്തോണ്ട് പോവാണ്ട് നാളെ മുട്ടക്കറിക്ക് എടുക്കാം. നമ്മുടെ നസീബാക്ക് വീട്. അപ്പൊ അമ്മ മേലെ പോയി വീടൊക്കെ കണ്ട്. ബാ സാരിത താഴെ അല്ലേ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കിച്ചണ് അടിപൊളിയാണ്. അടിപൊളി കിച്ചനാണ്. കാരണം നമുക്ക് കുക്കിംഗ് ചെയ്യുമ്പോ നമ്മുടെ കിച്ചൺ അടിപൊളി വേണ്ടേ അല്ലേ നസീബ? എന്റെ പേരും വായോ. ഒരു നോക്ക് ചുന്ദരി കൊരകള് അവിടെ. വേറെ ചുന്ദരി നോക്കട്ടെ. ഈ പിള്ളേരെ എല്ലാ കസിൻസ് ആണ്. എനിക്ക് ശരിക്കും അറിയില്ല ആരൊക്കെ ആണ്. വീഡിയോയില് മാത്രം കാണിച്ചു കൊടുക്കാല്ലേ, കസിൻസ് പറയാ പറയാ അല്ലേ. അപ്പൊ പോണു സമയമായി. ഇന്ന് ബീച്ച് പോണു ബീച്ച് കണ്ടിട്ട് പോവാ. അപ്പൊ 2 വീട് 2 ഫ്രണ്ട്സ് ഫർസനാം നസീബാക്കം 2 പേർക്ക് താങ്ക് യു. അടിപൊളി ഫുഡ് സ്നാക്സ് ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്ക് 2 പേർക്ക് വീട് അടിപൊളി ആയിട്ടുണ്ട്. പണ്ട് വരുമ്പോ വേറെ വീട് ഇത് തന്നെ സ്ഥലം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോ പുതിയ വീട് ആക്കിയിട്ടുണ്ട്. അടിപൊളി വീടാണ്. പിന്നെ സന്തോഷം നിങ്ങൾക്ക് കണ്ടപ്പോലെ. പിന്നെ അടുത്ത നമ്മുടെ അങ്കമാലിയിലെ വാ. പക്ഷെ എന്റെ അങ്കമാലി ഞാൻ ഇങ്ങനത്തെ ഫുഡ് ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ. അല്ല അമ്മേ. എന്താ ഈ വയറല്ലേ എന്തൊക്കെ കേട്ടണ് നമുക്ക്. ഫുള്ള് ചിലപ്പം പോകുമ്പോ വരിക്കും എന്തെങ്കിലും തിന്നുണ്ടാവും, നമുക്ക് അറിയില്ല. അപ്പൊ പോവാ, ബീച്ചിൽ പോവാ. അപ്പൊ നമുക്ക് ബീച്ചിൽ എത്തിട്ടോ. അമ്മ ആണ് ഫസ്റ്റ് ടൈം ആണ് ബീച്ചിൽ. അമ്മ ഫസ്റ്റ് ആണ് കോഴിക്കോട് ബീച്ച് കണ്ടിട്ട്. ബീച്ച് അവിടെ വെള്ളം കാണുന്നുണ്ടോ? എന്നാലും രസം ഉണ്ടോ എന്നിട്ടല്ലേ. താങ്ക് യു. കണ്ടതിൽ സന്തോഷം. ബൈ. എന്താ പറഞ്ഞ ഉപ്പത്തില് ഇട്ടിന് അതെന്നാ മാങ്ങ. പിന്നെന്താ ഉപ്പത്തില് ഇടല്ലേ? എന്ത് ഉപ്പത്തിലിട്? ഫ്രൂട്ട്സ് മാങ്ങ, പൈനാപ്പിൾ അത് തിന്നാം. ഉപ്പിലിട്ട് വേണോ? ഉപ്പത്തിലിട്ട് വേണം. നോക്കട്ടെ. ഇപ്പൊ ഉപ്പത്തിക്കിട്ട് കിട്ടിയാ? ഉപ്പത്തിക്കിട്ടിട്ട് കിട്ടിയാ? അടിപൊളി, ഒരു രക്ഷയില്ല. ഇത് അടിപൊളി. എവിടെ മേടിക്കാം അലുവ. ഇത് ഏതാ സ്ഥലം? മിഠായി തെരുപ്പ്. മിഠായി തെരുവ്. പിള്ളേരൊന്ന് മാറിന്റെ കാണിക്കണേ.
മിഠായി തെരുവ് 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 തെരുവ്. വൺ ടൈം വന്നിട്ടുണ്ട് അമ്മ ഫസ്റ്റ് ടൈം ആണ് ആ. അപ്പൊ അമ്മക്ക് ഇന്ന് കണ്ടിട്ട് പോവാ അല്ലേ എന്നാലും വൈകിയായി അതെ എത്ര സമയമായിന്നറിയോ ഇങ്ങനത്തെ ഡ്രസ്സൊന്നും ഇപ്പൊ സോന ഇടാറില്ല വണ്ണം വെച്ചായിരുന്നു. ആ ശരി ഞാൻ ഇപ്പൊ ഓ ആണം വെച്ച് അതെ അംഗീകരിച്ചു. നിങ്ങള് നാട്ടിക്കോ എനക്ക് അമ്മയും മോനും കൂടി അല്ലേ? അമ്മ മോണുമായിട്ട് നാട്ടിക്കോ ആ നാട്ടിക്കും സോണത്തിന്റെ നാട്ടിൽ പോയി അല്ല ഡാർജിലിംഗ് പോയപ്പോ രാത്രി നമ്മളൊരു മാർക്കറ്റിൽ പോയില്ലേ ഒത്തിരി ആൾക്കാരുള്ള അതേപോലെ ഇരിക്കുന്നത്. അതെ അതെ ഇതേപ്പോ 11 മണി കഴിഞ്ഞു. അതെ നല്ല വിശേഷം സുഖമായിട്ടിരിക്കണോ മോനാണോ 2 മക്കളെ ഓക്കെ താങ്ക് യു സമയം നല്ല ഇഷ്ടാട്ടോ വീഡിയോസ് താങ്ക് യു കാണുന്നുണ്ടോ ഇഷ്ടാണ് ആന്റിക്ക് അത് എന്ത് പേര് നിന്റെ ഷഹ സബ ഷഹ നല്ല അവള് പറയും ഉമ്മ അത് ഏത് ഇത് കണ്ടിട്ട് ഇതും കുറച്ച് വേണം ഗോതമ്പും ഡബ്ബ ഉണ്ടോ കൊണ്ടുപോകുന്ന ഡബ്ബയുണ്ട് പട്ടുന്ന ഡബ്ബ ലിറ്റിത്തായോ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട് പറയുന്ന ചേച്ചി അപ്പൊ നമുക്ക് ഇവിടെ വന്നിട്ട് ഹലുവ മേടിച്ച് പക്ഷെ ചേച്ചി ഫ്രീ ആയിട്ട് തന്നില്ല. അങ്ങനെ പറയില്ല ഫ്രീ ആയിട്ട് തന്നില്ല. ഇതൊക്കെ കൊടുക്കും ഉമ്മക്കെ കൊടുത്ത് എല്ലാവർക്കും ആക്കി ചെയ്യും അമ്മ ശരി ബൈ ബൈ യു ആർ മൈ ശത്രു. ബൈ ഗൈസ് ചേട്ടാ പോകുന്ന മുമ്പ് വരണം കേട്ടോ പോകുമ്പല്ല ഞങ്ങൾ നെക്സ്റ്റ് വീക്ക് ആ വായോ ഗൈസ് അപ്പൊ ഇനി നമുക്ക് വീട്ടിലേക്ക് പോവാ ചേച്ചി സരിത പിന്നെ സരിത ഹസ്ബൻഡ് പിള്ളേരും വീട്ടിലേക്ക് പോവും അപ്പൊ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ഗുഡ് നൈറ്റ് അപ്പൊ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ തന്നെ എൻഡിങ് ചെയ്യണേ അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോ നോക്കണം അപ്പൊ താങ്ക് യു വിഷമ എന്തിനു വിഷമിക്കണ അവരൊക്കെ പോയി അതൊക്കെ പോയതുകൊണ്ടാ വീട്ടിൽ പോണ്ട അവർക്ക് എന്താ കളിക്കാൻ കളിക്കണോ